നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ഒരുക്കത്തിലും അവസാനഘട്ട പരിശീലനത്തിലുമാണ് ഓരോ ക്ലബ്ബുകളും ഓരോ സമിതികളും അടക്കം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ചമ്പക്കുളം ചുണ്ടനാണ്. അതിൽ ഇപ്പോൾ ചമ്പക്കുളം ചുണ്ടന്റെ അവസാനഘട്ട പരിശീലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുന്നമട ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശീലന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ അവസാനഘട്ട പരിശീലനത്തിലാണ്. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ? 100% ഞങ്ങൾക്ക് ഇപ്രാവശ്യം ജയം ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം 6 മൈക്രോ സെക്കൻഡിനാണ് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടതെങ്കിൽ ആ കപ്പ് തിരിച്ച് ഇപ്രാവശ്യം പിടിക്കും. അതിന് വ്യക്തമായ രീതിയിലുള്ള പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ അതിന്റെ ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ട്. പുന്നമട ക്ലബ്ബും ചമ്പക്കുളം വള്ളും ഈ പ്രാവശ്യം ഞങ്ങളുടെ ക്യാപ്റ്റൻ സന്തോഷ് ടി കുരുവിളയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പ്രാവശ്യം കപ്പ് ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അതിനുള്ള കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങൾ അതിന്റെ പണിയെടുത്തിട്ടുണ്ട്. എല്ലാവരും വിശ്രമത്തിലാണ്. അപ്പോഴാണ് നമ്മൾ പരിശീലനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തമായ ശൈലി കൊണ്ടുവന്നതാണ്. കാരണം ഓരോ വർഷവും ഓരോ വള്ളംകളിക്കും ഓരോ ടെക്നിക്കുകളുണ്ട്. അത് ഞങ്ങളൊരു വ്യത്യസ്തമായ ഒരു പരീക്ഷണം ഇപ്രാവശ്യം നടത്തിയിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. 6 മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ നിരാശാജനകമായ സംവിധാനമായിരുന്നു. കാരണം അത്രയും സെക്കൻഡ് ഒരു വ്യത്യാസത്തിൽ പിന്തള്ളപ്പെടുക എന്ന് പറയുന്നത് അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇപ്പോൾ അതിനെ ഒരു പ്രതികാരം കൂടിയാണോ ഇത്തവണ? തീർച്ചയായിട്ടും 6 മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ 6-1 എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുന്നതിന്റെ 6-1. ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതികാരത്തിലുപരി ഞങ്ങൾ ഈ കപ്പ് എടുക്കും. ഈ പ്രാവശ്യം ചമ്പക്കുളം വള്ളം സന്തോഷ് ടി കുരുവിള ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ PBC പുന്നമട അതിന് ശക്തമായ ക്ലബ്ബുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ രക്ഷാധികാരി പ്രിയ തങ്കച്ചൻ, മുൻ ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാനാണ് അഡ്വക്കേറ്റ് കുര്യന്, ചമ്പക്കുളം വള്ളസമിതി, അങ്ങനെ നിരവധി പേര് ഒരുമിച്ച് ജോഷി സാറ്, ലാൽ കുമരവ് എന്ന് പറയുന്ന ബെസ്റ്റ് ലീഡിംഗ് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ, ജോഷി, റിജി സാറ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രാക്ടീസ് നടന്നു, കഠിനാധ്വാനം നടന്നു. ഞങ്ങളുടെ ട്രോഫിയുടെ 70ാം വാർഷികമാണ്. ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക ചമ്പക്കുളമാണ്. 70ാം വാർഷിക നെഹ്റു ട്രോഫിയുടെ 50ാം വർഷം ചമ്പക്കുളം വള്ളത്തിന്റേതുമാണ്. അതുകൊണ്ട് കപ്പ് കൊണ്ടേ പറയാൻ ഞങ്ങൾക്ക് കുറെ ഉണ്ട്. ഞങ്ങൾക്ക് ചരിത്രം മാത്രമേ ഉള്ളൂ പറയാൻ. ആ ചരിത്രം പുനരാവിഷ്കരിച്ചിരിക്കും ഈ വർഷം. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട്. വലിയ വീമ്പുകളും വീരവാദങ്ങളും ഞങ്ങൾ പറയുന്നില്ലെങ്കിലും ജയം ഞങ്ങൾക്കാണ്. എന്താണ് രഹസ്യം? എന്താണ് രഹസ്യം? ഞങ്ങൾ രഹസ്യമാണോ? ഞങ്ങൾ 24നോട് ചേർന്നാണ് ഞങ്ങൾ ഇന്നത്തെ പ്രാക്ടീസ് ഇവിടെ നടത്തുന്നത്. കാരണം 24 ചാനൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹാഷ്മി സാറിന്റെ നേതൃത്വത്തിൽ വരികയും കവർ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇന്ന് 24നോട് ചേർന്നാണ്. കാരണം 24 എന്ന് പറഞ്ഞാൽ തന്നെ 1ാം സ്ഥാനത്തെത്തിയ ചാനലാണ്. ഞങ്ങളുടെ വള്ളവും 1ാം സ്ഥാനത്തെത്തും. എല്ലാവിധ ആശംസകളും. ചമ്പക്കുളം തന്നെ ഇത്തവണ കപ്പടിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് പുന്നമട ബോട്ട് ക്ലബ്ബ് ഭാരവാഹികളും അടക്കമുള്ളവർ. എന്തായാലും വലിയ പ്രതീക്ഷയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ, അവസാനഘട്ട പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മെയ് മറന്നുള്ള അധ്വാനം അത് വലിയ തോതിൽ ഈ കഴിഞ്ഞ 1 മണിക്കൂറായി ഇപ്പോൾ നമ്മളുടെ ഈ പ്രാക്ടീസ് അടക്കം നടന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇത്തവണ പുന്നമടയിൽ മുത്തമിടുക, നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക ചമ്പക്കുളം തന്നെയായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അവർ. ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.